നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 26, ചതയം നക്ഷത്രമാണ്. 2025 ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച. ഇന്നത്തെ രാഹുകാലം രാവിലെ 7:51 മുതൽ 9:24 വരെയാണ്. നമസ്കാരം, ശുഭദിനത്തിലേക്ക് സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,433 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്ക് കലിയുഗം തുടങ്ങുന്ന ദിവസമാണ്. ആ ദിവസം മുതൽ കണക്കാക്കുമ്പോഴാണ് ഈ 18,72,433 എന്ന് പറയുന്നതായിട്ടുള്ള ദിവസം കണക്കാക്കുന്നത്. മലയാളത്തിലെ കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 26 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 20 ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 11 തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് ഉദയത്തിനുള്ളത്. അത് 10:34 വരെ മാത്രമാണ് ദ്വിതീയുള്ളത്. അതിനുശേഷം തൃതീയ തിഥി തുടങ്ങുന്നു. കരണം വരുന്നത് ആനകരണമാണ്. അതും 10:34 വരെയുള്ള സമയത്താണ് ആനകരണം. നിത്യയോഗം അതികണ്ഠനാമ നിത്യയോഗമാണ്. അത് 9:33 വരെയുള്ള സമയത്താണ്. ഇന്ന് നാൾ ചതയം. ഉച്ചയ്ക്ക് 1 മണി വരെ ചതയം നക്ഷത്രം വരുന്നുണ്ട്. ഞാറ്റുവേല ആയില്യമാണ്. ഇന്ന് ദിവസം തിങ്കൾ. ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:58 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:41 31 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22 33 ഇന്നത്തെ ദിനമാനം. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് 7:51 മുതൽക്ക് രാവിലെ 7:51 മുതൽക്ക് 9:24 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം 2:03 തുടങ്ങി 3:35 വരെയുള്ള സമയമാണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 10:57 മുതൽക്ക് ഉച്ചകഴിഞ്ഞ് 12:30 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടക കൂടുകാർക്കാണ്. പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രത്തിൽ വരുന്നവർക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 തുടങ്ങി 12:28 വരെയും തുടർന്ന് 12:32 മുതൽക്ക് 12:54 വരെയുമാണ് അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആണ് ആചാര്യമതം. ഇന്ന് ചതയം നക്ഷത്രമാണ്. ജലവാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, രഥം, യുദ്ധം തുടങ്ങുന്നതിന്, അതുപോലെ പുതിയ വാഹനം വാങ്ങിക്കുന്നതിന്, വള്ളി മുള്ള മുതലായിട്ടുള്ള അവ കൊണ്ടുള്ള ക്രിയകൾ, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി വരുന്നത് ദ്വിതീയ തിഥിയാണ്. അത് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണ്. വിവാഹം, രാജ്യകാര്യങ്ങൾ, അതിൻ്റെ ആരംഭം, പുതിയ ഭൂഷണങ്ങൾ ധരിക്കുക, ആഭരണങ്ങൾ ധരിക്കുക, വ്രതബന്ധം, അതുപോലെ പ്രതിഷ്ഠ മുതലായിട്ടുള്ളവയും തിഥിക്ക് അനുകൂലമാണ്. നമസ്കാരം. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനമാണ്. എന്തായാലും ഈ വാർത്താ ദിനത്തിലെ പ്രധാന തലക്കെട്ടുകൾ ആദ്യം നോക്കാം. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത്. ഭക്തരെ കൊള്ളയടിക്കാനുള്ള ശ്രമമെന്ന ആരോപണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘമെന്ന ദിജി തമ്പി. ഭക്തരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം തിരുത്തണമെന്ന് SGR കുമാർ. കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പോലീസിന്റെ ഗുരുതര അലംഭാവം. ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ടായിട്ടും യുവാവിനെ പിടികൂടിയില്ല. വിവാഹത്തിനായി മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു. വീട്ടിലെത്തിച്ച് മർദ്ദിച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബം.
തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് കൊടും ക്രൂരത. കമ്പിപ്പാര കൊണ്ട് വളർത്തുനായയെ തലക്കടിച്ച് കൊന്നതിൽ പരാതി. കൊലപാതക രീതി പരിശീലനം ലഭിച്ചവരെ പോലെയെന്ന ഉടമ ജനം ടിവിയോട്. ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കും. സൈനിക നടപടി ഉടനെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ ജനത മുഴുപട്ടിണിയെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ബലാത്സംഗ കേസ് പ്രതി ഹിരൺദാസ് മുരളിക്ക് അഴിയാക്കുരുക്ക്. സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹത. കണക്കിൽപ്പെടാത്ത കോടികളുടെ ഇടപാടെന്ന സംശയം. സംസ്ഥാനത്തെ കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ പോലീസ്. സമഗ്ര പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ കുടുംബ പശ്ചാത്തലം മുതൽ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളടക്കം പരിശോധിക്കും. ജനം ബ്രേക്കിംഗ്. വയനാട് എം പി പ്രിയങ്കയെ കാണാനില്ലെന്ന് പരാതി. DGPക്ക് പരാതി നൽകി വള്ളത്തോളിന്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജ്. എത്രയും വേഗം എംപിയെ കണ്ടെത്തി തരണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകൾ നോക്കാം. പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ. ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒന്നും പിൻവലിക്കാതെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ഇന്നും ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ 2006 മുതൽ ഈ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും തുടരെ എടുത്തുകൊണ്ടിരിക്കുന്ന ശബരിമല യുവതീ പ്രവേശന അനുകൂലമായൊരു നയം ഇന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തതിന് സത്യവാങ്മൂലത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവർക്ക് യഥാർത്ഥ ഭക്തനോടൊപ്പമാണ്, അതല്ലെങ്കിൽ ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ ഒരു നടപടിയാണ് അങ്ങനെങ്കിലും തീരുമാനിക്കുന്നതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റി ഈ യുവതീ പ്രവേശനം എതിരാണെന്നും അവിടെ യുവതീ പ്രവേശനം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് വിശ്വാസ ലംഘനമാകുമെന്നും അതിനൊരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ അതേപോലെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും കൊടുക്കണം. അതേ നമുക്കറിയാം ഈ സി എ വിരുദ്ധ സമരമൊക്കെ നടന്ന സമയത്ത് അന്ന് പല വിഭാഗങ്ങളുടെ പേര് കേസൊക്കെ വന്നപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അവരെ മാത്രമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളും പിൻവലിക്കും എന്ന് കേരള സർക്കാർ തീരുമാനിച്ചത്. നമുക്കൊക്കെ അറിയാം, പത്രമാധ്യമം വന്നാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ അത്തരത്തിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ശബരിമല കർമ്മസമിതി വിവിധ ഹൈന്ദവ സംഘടനകളും ഉയർന്നത്. ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് തിരുത്തി നൽകുകയാണ് വേണ്ടത് എന്ന് ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ SGR കുമാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ അത് ഒന്നും പിൻവലിച്ചിട്ടില്ല. അത് പിൻവലിക്കാതെ അയ്യപ്പഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണെന്നും SGR കുമാർ ആരോപിക്കുന്നുണ്ട്. സർക്കാരിന് അയ്യപ്പഭക്ത സംഗമം ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും, അതായത് ഇത്തരത്തിലൊരു സംഗമം നടത്താൻ ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിലപാടെടുത്ത സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നത് വലിയൊരു കാപട്യമാണ് എന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ എന്തായാലും ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ പമ്പയിൽ ഒരു വലിയ അയ്യപ്പ ഭക്ത സംഗമം, അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒരുങ്ങുന്നത്. ഇത് വലിയൊരു കാപട്യമാണ് എന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഒപ്പം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ ഇക്കാര്യം ജനം ടിവിയോട് പറയുകയും ചെയ്തു. അരുൺ, കാലിക പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ശബരിമലയിലെ പരമപവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എല്ലാ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമാണ്. അതിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു അഫിഡവിറ്റ് തന്നെയാണ് ദേവസ്വം ബോർഡ് നിലവിൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ ഈ ഉത്തരവ് അത് പിൻവലിക്കാതെ എന്ത് അയ്യപ്പ ഭക്തൻ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി അവർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് 2018 കാലയളവിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അത് ഭക്തരെ കൃത്യമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഭക്തരെ തല്ലിച്ചതയ്ക്കാനും അതോടൊപ്പം തന്നെ നാമം ജപിക്കുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യാനും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ സംബന്ധിച്ചോളം ആചാരങ്ങൾക്ക് ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നാമം ജപിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായുള്ള ഭക്തർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വിഷയത്തിലടക്കം സർക്കാർ ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേസുകൾ പതിനായിരക്കണക്കിന് കേസുകൾ എടുത്ത സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു നടപടി പമ്പയിൽ അഖിലലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ പറയുന്നു. അതായത് ശരണം വിളിച്ച അയ്യപ്പഭക്തർക്കെതിരെ കേസുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. ഈ കേസുകൾ പിൻവലിക്കാതെ ഇത്തരത്തിലൊരു അയ്യപ്പഭക്ത സംഗമം നടത്തുന്നത് അത് വലിയൊരു കാപട്യം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ശബരിമല സമയത്ത്, അതായത് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സന്നിധാനത്തടക്കം ശരണം വിളിച്ചതിന് ഭക്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. സംസ്ഥാനത്തുടനീളം ഹൈന്ദവ നേതാക്കൾക്കെതിരെ, ആചാര്യന്മാർക്കെതിരെ അടക്കം കേസുകളെടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള കേസുകളൊന്നും പിൻവലിക്കാതെ ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ദേവസ്വം ബോർഡും സർക്കാരും ഒരുങ്ങുമ്പോൾ അതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉള്ളത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, തുടരാം. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പഭക്ത സംഗമം പണം പിരിക്കാനുള്ള തട്ടിക്കൂട്ടാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നു. അയ്യപ്പഭക്ത സംഗമം അല്ല നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഗമമാണ് നടത്താൻ പോകുന്നതെന്നും സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ആരോപിക്കുന്നു. അയ്യപ്പഭക്തരെ കൊള്ളയടിക്കാനുള്ള പദ്ധതി അനുവദിക്കില്ല എന്നും വിജി തമ്പി ജനം TV-യോട് പറഞ്ഞു. അയ്യപ്പ ഭക്തി സംഗമം എന്ന് പറയാൻ പറ്റില്ല. അതൊരു CPM സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അയ്യപ്പ ഭക്തർ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആരാണ്? ഈ ദേവസ്വം ഭരിക്കുന്ന ആൾക്കാർ പോലും അയ്യപ്പ ഭക്തരല്ലല്ലോ. അല്ലെങ്കിൽ ഈ സർക്കാർ അയ്യപ്പ ഭക്തിയുള്ളവരാണോ? അയ്യപ്പ വിശ്വാസികളാണോ കേരളം ഭരിക്കുന്ന സർക്കാർ? ഇനി ദേവസ്വം ബോർഡിൽ ഭരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അയ്യപ്പ ഭക്തിയുള്ളവരാണോ? എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാമെന്നുള്ളത് കഴിഞ്ഞിട്ട് ആർക്കാണ് ഇവിടെ ഭക്തി? ആരാണ് ഇവിടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുന്നത്? ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഒരു ക്ഷേത്രത്തിലെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കുക, ആ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, ആ ഭഗവാന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ദേവസ്വം ബോർഡിൻ്റെ പേരിൽ പാവപ്പെട്ട ഭക്തരിൽ നിന്നും പണം പിടുങ്ങുക. എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്നും അവിടുത്തെ നൈനാർ മസ്ജിദിലേക്ക് ഒരു മേൽപ്പാലം, ഒരു അമ്പലത്തെയും ഒരു പള്ളിയെയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? അമ്പലത്തിൽ ആചാരങ്ങളാണോ പള്ളിയിൽ ആചാരം? അപ്പോൾ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതിന് തെറ്റല്ലേ? ഒരു അമ്പലത്തിൽ അത് ദേവപ്രശ്നം വയ്ക്കാതെ അല്ലെങ്കിൽ ഭഗവാന്റെ ഹിതം അറിയാതെ എങ്ങനെ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയും? അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ശക്തിയുക്തം ചെറുക്കും മേൽപ്പാലം നിർമ്മിച്ചാൽ അത് പൊളിക്കും, ഒരു സംശയവും വേണ്ട.
എന്തായാലും സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ദേവസ്വം ബോർഡ് നിലപാടിനെതിരെ വലിയ വിമർശനമാണ്, രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ STR കുമാർ അടക്കം, ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ STR കുമാർ അടക്കം, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ഇതിനെതിരെ വലിയ വിമർശനവുമായി എന്തായാലും രംഗത്ത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാകും. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരാനാണ് സാധ്യത. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പോലീസ് കാട്ടിയത് ഗുരുതര അലംഭാവം. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ആരോപണം ഉണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയിട്ടില്ല. റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥി തൂങ്ങി മരിച്ചത്. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണം എന്ന് നിർബന്ധിച്ചു എന്നും പറയുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നും സോനയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിഷ, ഈ കോതമംഗലത്തെ ലവ് ജിഹാദ് കേസ്, ഇതിൽ പോലീസ് കാട്ടിയത് ഗുരുതരമായ അലംഭാവം എന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. നിഖിൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സോന എൽദോസ് എന്ന 23-കാരിയാണ് ഇന്ന് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. ഈ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി താൻ മരിക്കുന്നതിൻ്റെ കാരണക്കാരൻ തൻ്റെ ആൺ സുഹൃത്തായ റമീസിൻ്റെ കുടുംബക്കാർ, മാതാപിതാക്കൾ, ഇവരുടെ കൂട്ടുകാരടക്കമുള്ള ആളുകളാണ് എന്ന് കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. റമീസിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കോതമംഗലം പോലീസ് തയ്യാറായില്ല എന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. സോന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. സോനയ്ക്ക് റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു. ഇയാൾ പറവൂർ സ്വദേശിയാണ്. മതം മാറിയാൽ മാത്രം വിവാഹം കഴിക്കാമെന്നായിരുന്നു റമീസ് സോനയ്ക്ക് നൽകിയ വാഗ്ദാനം. തുടർന്ന് സോന മതം മാറാൻ സമ്മതിച്ചിരുന്നു. പിന്നീട് റമീസിനെ ചില അനാശാസ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചിരുന്നു. തുടർന്ന് വീണ്ടും റമീസ് സോനയുടെ പിന്നാലെ വരികയും ആ സമയത്ത് സോന താൻ മതം മാറാതെ റമീസിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അയാൾ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെയല്ല 3-ാം തീയതി, റമീസിൻ്റെ പറവൂരുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ റമീസിൻ്റെ മാതാപിതാക്കളും റമീസിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, ഇതിനായി പൊന്നാനിയിൽ പോയി മതപഠനം നടത്തണം, 2 മാസം മതപഠനം നടത്തണം, അതിനുശേഷം വിവാഹം കഴിക്കാമെന്ന് വീണ്ടും സോനയോട് പറയുകയും സോനയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്തു. സോനയുടെ പിതാവ് മരിച്ചിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. പിതാവിൻ്റെ മരണശേഷം മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു താൻ. തന്നെ ഇത്തരത്തിൽ എല്ലാ രീതിയിലും റമീസിൻ്റെ വീട്ടുകാരും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് സോന എൽദോസ് എന്ന 23-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. എന്തായാലും ഇതൊന്നും തനിക്ക് താങ്ങാൻ കഴിയില്ല. തൻ്റെ മരണത്തിന് ഉത്തരവാദി റമീസിൻ്റെ വീട്ടുകാരുമാണ് എന്ന് സോന കൃത്യമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കോതമംഗലം പോലീസ് കേസെടുത്തത്. ഈ റമീസ് എന്ന് പറയുന്ന പറവൂർ സ്വദേശിയെ വിളിച്ച് ചോദ്യം ചെയ്യാനോ ഇയാളുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല. സോനയുടെ കുടുംബവും അത് തന്നെയാണ് ആരോപിക്കുന്നത്. റമീസിന്റെ കൂട്ടുകാരും വീട്ടുകാരുമാണ് സോന എന്ന 23 വയസ്സുകാരിയുടെ മരണത്തിന് കാരണം. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായില്ല എന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. നിഖിൽ. ശരി നിഷ, കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പോലീസ് കാട്ടിയത് ഗുരുതരമായ അലംഭാവം എന്ന ആരോപണമാണ് ഉയർന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം ഉണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നതോടൊപ്പം റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ ഇത് വ്യക്തമാണ്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നും സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥിനി, തൂങ്ങി മരിച്ച സോനയുടെ പിതാവ് അല്ലെങ്കിൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. റമീസിനെതിരെ ഗുരുതര ആരോപണമാണ് എന്തായാലും ഉയർന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ്. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്കാണ്. രാജ്യസഭാ MP C. സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ ജയിലിലായതിന് പിന്നാലെ CPM നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. നേരത്തെ സദാനന്ദൻ മാസ്റ്റർ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നടത്തിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഈ സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, അതിൽ പ്രതികൾ ജയിലിലായതിന് പിന്നാലെ CPM വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോൾ അത് മറികടക്കാൻ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി എത്തിയിരിക്കുകയാണ് CPM, അല്ലേ?
തീർച്ചയായും നിഖിൽ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മട്ടന്നൂർ ഉരുവച്ചാലിലാണ് ഇത്തരമൊരു പരിപാടി CPM സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം എന്ന് പേരിട്ടാണ്. അതായത് C. സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ ജയിലിലായതിന് തൊട്ടു പിന്നാലെ ഈ ഒരു പരിപാടി ഇവർ നടത്തുന്നത്. അതായത് പ്രതികളെ നിരപരാധികളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നേരത്തെ തന്നെ CPM-ലെ പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഈ കേസിൽ നിരപരാധികളാണ് എന്ന വാദമാണ്. അതായത് കോടതി അടക്കം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകൾ നിരപരാധികളാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗവും. വൈകിട്ട് 5 മണിക്കാണ് ഈ പരിപാടി ഇവർ നിശ്ചയിച്ചിട്ടുള്ളത്. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ ഈ പ്രതികൾ 30 വർഷത്തിന് ശേഷം ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഈ പ്രതികൾക്ക് ഒരു യാത്രയയപ്പ് പോലും നൽകിയത്. അന്ന് മട്ടന്നൂർ MLA ആയ KK ശൈലജി പരിപാടിയിൽ പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതിലും CPM കാലാകാലങ്ങളായി തുടരുന്ന നയങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഒരു വധശ്രമ കേസിലെ പ്രതികളെ അവർ തെറ്റുകാരല്ല എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു വിശദീകരണ യോഗം നടത്താൻ ഒരുങ്ങുന്നത്. നിഖിൽ. ശരി മിഥുൻ, ശ്രീ സദാനന്ദൻ മാസ്റ്റർ MPയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ ജയിലിലായതിന് പിന്നാലെ എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM. കഴിഞ്ഞ ദിവസം ഈ പ്രതികൾക്ക് ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയ CPM നടപടിയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഒരു വിശദീകരണ യോഗവുമായി CPM രംഗത്തെത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള. ബലാത്സംഗ കേസിൽ പ്രതി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹത. സ്റ്റേജ് ഷോകളിലൂടെ വേടന ലക്ഷങ്ങളായിരുന്നു വരുമാനം. സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ആവശ്യം ഉയർന്നത്. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് ഉയർന്നു. പിന്നീട് വേടൻ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേടൻ്റെ ഹിരൺദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ ദുരൂഹത ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം, അല്ലേ? ബലാത്സംഗ കേസിൽ പ്രതി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ ദുരൂഹതയാണ് ഉള്ളത്. സ്റ്റേജ് ഷോകളിലൂടെ വേടന് ലക്ഷങ്ങളായിരുന്നു വരുമാനം. സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ഉയരുന്ന ആവശ്യം. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഈ വേടൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അതിലും വലിയൊരു അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നതല്ലേ? നിഖിൽ, അങ്ങനെ തന്നെയാണ്. വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലാണ് അന്വേഷണം വേണ്ടത്. റാപ്പ് സംഗീതത്തിലൂടെ വേടൻ ലക്ഷങ്ങളായിരുന്നു സമ്പാദിച്ചത്. കേസൊക്കെ ഉണ്ടായതിനു ശേഷം വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ 9.5 ലക്ഷം രൂപ കറൻസിയായി കണ്ടെടുത്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായി വേടൻ ഒരു ഉത്തരം നൽകിയിട്ടില്ല. തനിക്ക് സംഗീത പരിപാടിയിലൂടെ ലഭിച്ച തുകയാണ് ഇത് എന്നാണ് വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. പക്ഷേ ഓൺലൈൻ ഇടപാടുകളിലൂടെ അല്ലാതെ ഇത്തരത്തിൽ കറൻസിയായി നൽകിയത് ആരാണെന്ന് ഉള്ള അന്വേഷണം ആണ് ഇനി നടത്തേണ്ടത്. കാരണം പല ഗ്രൂപ്പുകൾ സംഗീത പരിപാടികളിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിലൂടെയൊക്കെ വേടന്റെ കയ്യിൽ പണം എത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ആവശ്യം. എന്തായാലും സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ലഭിച്ച പണം നമുക്കറിയാം, സാധാരണയായി ഓൺലൈൻ ഇടപാട് വഴിയാണ് ഇത്തരത്തിൽ വലിയ സംഖ്യകൾ മാറ്റുന്നത്. പക്ഷേ കറൻസി ആയിട്ടായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 9.5 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. ഇത് ബാങ്കിലേക്ക് മാറ്റാനിരിക്കുകയായിരുന്നു എന്നാണ് വേടൻ നൽകിയ മൊഴി. പക്ഷേ പിന്നെ അതുപോലെ തന്നെ 2021 മുതൽ വേടനെതിരെ പരാതി നൽകിയ യുവ ഡോക്ടറോട് പല തവണയായി പല ആവശ്യങ്ങൾ പറഞ്ഞ് വേടൻ പണം വാങ്ങിയിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ കൃത്യമായ രേഖകളും എല്ലാം തന്നെ അതിജീവിതയായ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വേടൻ നൽകിയ മൊഴികളൊന്നും തന്നെ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും വേടന് ഏതെങ്കിലും മാർഗത്തിലൂടെ അനധികൃതമായി പണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇനി നടത്താനിരിക്കുന്നത്. നിഖിൽ. ശരി നിഷ, എന്തായാലും റാപ്പർ വേടൻ ഹിരൺദാസ് മുരളിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് നേരത്തെ തന്നെ ഉയരുന്നത്. ഇപ്പോൾ ഹിരൺദാസിൻ്റെ അല്ലെങ്കിൽ വേടൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അതിൽ ഒരു വലിയ അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഉയരുന്നത്.
വലിയ രീതിയിലുള്ള പണം അനധികൃതമായി ഈ വേടൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്ലാറ്റിൽ 10 ലക്ഷത്തോളം രൂപ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ സോഴ്സ് ഒക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷാദ് അലി. തൃശ്ശൂരിൽ വൈറലായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാർ. പണയം വയ്ക്കാൻ സ്വന്തം വള ഊരി നൽകിയും ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്തുമെല്ലാം ശ്രദ്ധ നേടിയ അപർണ വീണ്ടും വൈറലായിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കിൽ ഓടി നടന്ന് ആംബുലൻസിന് വഴിയൊരുക്കുന്ന അപർണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ. തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാർ തന്റെ സേവനങ്ങളിലൂടെ മുൻപും ശ്രദ്ധയാർജിച്ചിട്ടുണ്ട്. 2009 ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായിരുന്നപ്പോഴാണ് അപർണ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടുനൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അന്ന് അപർണ തന്റെ 3 സ്വർണ്ണവളകൾ ഊരിക്കൊടുത്ത് ശ്രദ്ധ നേടിയത്. പിന്നീട് 2019 ക്യാൻസർ രോഗികൾക്കായി തന്നെ മുടിമുറിച്ച് നൽകിയും അപർണ വാർത്തകളിൽ താരമായി. ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അപർണ ഇപ്പോഴും. പോലീസ് ആണെങ്കിലും സിവിലിയൻ ആണെങ്കിലും ചെയ്യണം, അത് വഴി മാറി കൊടുക്കുക, വഴി മാറാനായിട്ട് മറ്റുള്ളവരെ പറയാ. അതുകൊണ്ട് അതെല്ലാവരും അതറിയാവുന്ന അതുകൊണ്ട് തന്നെ ആ വീഡിയോ ശരിക്കും കാണാം. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേനും വഴി മാറി തന്നേക്കും പറഞ്ഞു. ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല, ഇഷ്ടം പോലെ. ഞാൻ മാത്രല്ല, കേരള പോലീസിൽ ഒരുപാട് ആളുകള് ഞങ്ങളുടെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവര്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ റൂറൽ പോലീസിൽ ഒരു മണിയൻ തന്നെ ഒരു പോലീസുകാരൻ, ഞാൻ തന്നെ എത്രയോ വട്ടം ഇതേപോലെ നമ്മൾ ആംബുലൻസിന് നമ്മളൊന്നും നോക്കില്ല, യൂണിഫോം ഇല്ലെങ്കിൽ പോലും വക്കീലാണെങ്കിൽ പോലും നമ്മള് അത് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ തന്നെയല്ല, ഓരോ മനുഷ്യന്റെയും കടമയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളത്. അങ്ങനെ നിമിത്തമാവാൻ സാധിച്ചതിൽ സന്തോഷം. തനിക്ക് കഴിയുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള സഹായങ്ങളും സേവന പ്രവർത്തനങ്ങളും തുടരുമെന്ന് അപർണ അടിവരയിട്ട് പറയുന്നു. തൃശൂരിലെ പോലീസ് സേനയ്ക്കും എന്നും മുതൽക്കൂട്ടാണ് അപർണ എന്ന ഈ പെൺകരുത്ത്. ജനം, തൃശൂർ. ഇടവേള. ഈ വാർത്തകളിലേക്ക്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം. സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥനെ സ്ഥിരം ഡയറക്ടറാക്കാൻ മന്ത്രിതല നീക്കങ്ങളെന്നും ആരോപണം. ആരോഗ്യ മന്ത്രിയാണ് പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചുള്ള നടപടിക്ക് മുൻകൈ എടുക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചാണ് സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥിന്റെ നിയമനമെന്നാണ് പരാതികൾ ഉയരുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. ഒരു ദിവസം പോലും വകുപ്പ് മേധാവിയോ വൈസ് പ്രിൻസിപ്പലോ ആയുള്ള ഭരണപരിചയമില്ലാത്ത ഡോക്ടർ വിശ്വനാഥനെ മന്ത്രി വീണ ജോർജ് നേരിട്ട് ജോയിന്റ് ഡയറക്ടറായും ഇപ്പോൾ ഡയറക്ടറുടെ ചുമതലയും നൽകിയതിൽ മെഡിക്കൽ കോളേജ് അധ്യാപകരിൽ വലിയ അമർഷമുണ്ട്. UDF സർക്കാരിന്റെ കാലത്തും സർക്കാരിനോടൊപ്പം കൂടി അനർഹമായ നിരവധി ആനുകൂല്യങ്ങൾ നേടിയിരുന്നതായും ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണമുണ്ട്. സീനിയോറിറ്റി പട്ടികയിൽ 6ാം സ്ഥാനക്കാരനായ ഡോക്ടർ KV വിശ്വനാഥനെ സ്ഥിരം മെഡിക്കൽ ഡയറക്ടറാക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചു. ഡോക്ടർ ഹാരിസിനെ മാനസികമായി പീഡിപ്പിക്കാൻ ചുക്കാൻ പിടിച്ച വിശ്വനാഥൻ ഉൾപ്പെടെ 2 പേരെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതിലൊരാളെ ആരോഗ്യമന്ത്രിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി നിയമിക്കും. വിശ്വനാഥനെ തന്നെ നിയമിക്കുമെന്ന് ഉറപ്പായി. സ്ഥിരം ഡയറക്ടർ നിയമനം നടത്തുന്നതുവരെ ജോയിന്റ് ഡയറക്ടർ വിശ്വനാഥന് ഇപ്പോൾ മെഡിക്കൽ ഡയറക്ടറുടെ പൂർണ്ണ ചുമതലയും നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. വയനാട് MP പ്രിയങ്കയെ കാണാനില്ല എന്ന് പരാതി. വള്ളത്തോളിൻ്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജാണ് DGP രവാദ ചന്ദ്രശേഖരന് പരാതി നൽകിയത്. എത്രയും വേഗം MP കണ്ടെത്തി തരണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വിവരം നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വയനാട് MP ആയ പ്രിയങ്കയെ കാണാനില്ല എന്നൊരു പരാതി. തിരഞ്ഞെടുപ്പിന് ശേഷം 1-2 വട്ടം മാത്രമാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാനില്ല എന്ന ഒരു പരാതി ഇപ്പോൾ വള്ളത്തോളിൻ്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണല്ലേ?
തീർച്ചയായും വയനാട്ടിൽ വലിയൊരു വിമർശനം നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. കാരണം വയനാട്ടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും തന്നെ അവരുടെ MP തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച ആ MP ഉണ്ടായിരുന്നില്ല, പ്രിയങ്ക ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാതി ഏറെ പ്രസക്തമാകുന്നത്. കാരണം വയനാട്ടിൽ മഹാദുരന്തങ്ങൾ ഉണ്ടായി, ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. പക്ഷേ ഈ സമയങ്ങളിലൊന്നും തന്നെ അവർക്ക് കരുതലും കൈത്താങ്ങുമാകേണ്ട MP എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൻ്റെ 1ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ സമയത്തും ഒരു തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനോ MP തയ്യാറായിരുന്നില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു MPയെ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് വയനാട് MPയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തോളിൻ്റെ കാവിപ്പട എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. എത്രയും വേഗം മണ്ഡലത്തിൽ നിന്നും കാണാതായ MP പ്രിയങ്കയെ കണ്ടെത്തി നൽകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ചോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇടം കൂടിയാണ്. ഒരു വശത്ത് വന്യമൃഗശല്യം, മറ്റൊരു വശത്ത് ഈ പ്രകൃതി ദുരന്തങ്ങൾ. ഈ ഒരു സമയത്ത് കൃത്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തേണ്ട ഒരാൾ കൂടിയാണ് MP. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഇവരെ ചേർത്ത് നിർത്താനോ ഇവർക്ക് കരുത്താകുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനോ MPക്ക് കഴിഞ്ഞിട്ടില്ല. കേവലം ചില സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇതൊരു പൊതുവിമർശനമായി തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. നിഖില, വയനാട് MP പ്രിയങ്കയെ കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. വള്ളത്തോളിൻ്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. എത്രയും വേഗം MPയെ കണ്ടെത്തി തരണം എന്ന് ഇവർ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അരുൺ കൊടുക്കൂർ. രാഹുലിനോട് സത്യവാങ്മൂലം നൽകാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടക, ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നൽകിയ നോട്ടീസിൽ മറുപടി നൽകണം. സത്യവാങ്മൂലം നൽകാൻ തയ്യാറായില്ല എങ്കിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെപ്പോലെ തെളിവുകൾ ചോദിക്കുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ ചില ആരോപണങ്ങൾ രാഹുൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ രാഹുലിനോട് സത്യവാങ്മൂലം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, അല്ലേ? നിഖിൽ, നമസ്തേ, ഗുഡ് മോർണിംഗ്. രാഹുലിനോട് ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ രേഖാമൂലമുള്ള പരാതി, സത്യവാങ്മൂലം നൽകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. അത് തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. കാരണം ഇത്തരം ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ രാഹുലും കോൺഗ്രസും തുടർച്ചയായി ഉന്നയിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള നോട്ടീസിനൊന്നും തന്നെ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായിട്ടുമില്ല. അതായത് കർണാടക, ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു. ആദ്യ നോട്ടീസിൽ കർണാടകയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് രേഖകളും ഒപ്പം പരാതിയും നൽകണം, സത്യവാങ്മൂലം നൽകണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയാൽ കൃത്യമായിട്ടുള്ള വിശദമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തണം. വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് നടപടികളും കുറ്റമറ്റതാക്കുന്നതിനും അത് മികച്ച രീതിയിൽ നടത്തുന്നതിനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശ്രമിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനോട് പ്രതികരിക്കാനോ അത്തരത്തിൽ രേഖാമൂലം മറുപടി നൽകാനോ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാനോ അത് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട അധികൃതർക്ക് മുൻപിൽ ആ പരാതി എത്തിക്കാനോ രാഹുൽ തയ്യാറായിട്ടില്ല. പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള പ്രതികരണവും ആരോപണങ്ങളുമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് ഈ വിഷയങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയ്ക്കുമെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കണം, അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ രാജ്യത്തോട് രാഹുൽ മാപ്പ് പറയണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇന്നലെ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയത് ഈ വാർത്താ സമ്മേളനത്തിൽ വോട്ടർ പട്ടികയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള രേഖ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ല എന്നുള്ളതായിരുന്നു കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഉന്നയിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള രേഖകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിരവധി ഇരട്ട വോട്ടുകൾ, വ്യാജ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ശകുൻ റാണി എന്ന സ്ത്രീ 2 ബൂത്തുകളിൽ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ വലിയ
രേഖയായി രാഹുൽ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചത്. എന്നാൽ അത്തരത്തിലുള്ള രേഖ പോളിംഗ് ഓഫീസർ നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ലായതും ശകുൻ റാണി ഒരു ബൂത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ശകുൻ റാണി എന്നല്ല, ആരെങ്കിലും ഇരട്ട വോട്ടോ വ്യാജ വോട്ടോ ചെയ്തു എന്ന് തെളിയിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ആരോപണമോ രേഖയോ പക്കലുണ്ടെങ്കിൽ അത് ആ രേഖകൾ സഹിതം ഹാജരാക്കണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ രേഖാമൂലം പരാതി നൽകാനോ അല്ലെങ്കിൽ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ നൽകാനോ രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചിദംബരം ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ വാദം വളരെ രസകരമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്, തെളിവുകൾ ചോദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ല എന്ന തരത്തിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ പ്രതികരണം നടത്തുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതികളെ പോലെ തെളിവുകൾ ചോദിക്കുന്നു എന്നുള്ളതാണ് ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയും അടിസ്ഥാനവുമുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അത് കൃത്യമായി വിശദമായി പരിശോധിക്കണമെന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം BJP അതിനെ വളരെ രാഷ്ട്രീയപരമായി തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനം രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉന്നയിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ വോട്ടിംഗ് മെഷീനെതിരെയായിരുന്നു രാഹുലും കോൺഗ്രസും തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമ്പോൾ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ വോട്ടർ പട്ടികയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ വോട്ടർ പട്ടിക വിഷയത്തിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, ഏതൊരു തെരഞ്ഞെടുപ്പിന് മുൻപും കരട് വോട്ടർ പട്ടിക അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കും. അത് ബൂത്ത് തലത്തിൽ വരെ എത്തും. ബൂത്ത് തലത്തിൽ ജനങ്ങളെ നേരിട്ടറിയുന്ന നേതാക്കളിലേക്ക് വരെ ആ വോട്ടർ പട്ടിക എത്തും. ആ സമയത്ത് അതിൽ അപാകതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അന്തിമ പട്ടിക പുറത്തിറക്കിയാലും സമാനമായ രീതിയിൽ ബൂത്ത് തലത്തിലേക്ക് വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ വോട്ടർ പട്ടിക ലഭിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പ് സമയത്ത് മിക്ക പോളിംഗ് ബൂത്തുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരുണ്ടാകും. വ്യാജ വോട്ടർമാരോ ഇരട്ട വോട്ടോ വരികയാണെങ്കിൽ അത് അവിടെ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിനുള്ള അവസരമുണ്ട്. അത്തരം സമയങ്ങളിലൊന്നും പരാതികളോ സംശയങ്ങളോ ഉന്നയിക്കാതെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ പരാതികളും ആരോപണങ്ങളുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കാനും ഒപ്പം രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ്. തെരഞ്ഞെടുപ്പ് തോൽവികളുടെ ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസും രാഹുലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നതെന്ന വിമർശനമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് തുടർച്ചയായി രേഖകളും തെളിവുകളും ഹാജരാക്കുന്നു. അത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ, രേഖാമൂലം സത്യവാങ്മൂലം നൽകാൻ സാധിച്ചില്ലെങ്കിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിഖിൽ. എന്തായാലും രാഹുലിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ. വരും ദിവസങ്ങളിൽ അതിന് കൃത്യമായി മറുപടി നൽകിയില്ല എങ്കിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. വിവരം നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഒരു ക്രൂരമായ വാർത്തയിലേക്കാണ്. വളർത്തുനായയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്ന യുവാക്കൾ. തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം. കാട്ടായിക്കോണത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. നായയെ കൊല്ലുന്ന ദൃശ്യങ്ങളും യുവാക്കൾ പകർത്തി. സംഭവത്തിൽ നായയുടെ ഉടമസ്ഥൻ കാട്ടായിക്കോണം സ്വദേശി കരുണാകരൻ നായർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊലപാതക രീതി പരിശീലനം ലഭിച്ചവരെ പോലെ എന്ന് കരുണാകരൻ നായർ ജനം TV പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു കൊലപാതക രീതി, നമ്മൾ ഇന്നലെ തന്നെ ഈ ഒരു വാർത്ത, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. വഴിയരികിൽ കിടന്ന നായയെ അത് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ക്രൂരമായ ദൃശ്യങ്ങൾ അത് ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു പ്രതികരണം വന്നിരിക്കുന്നു. വളർത്തുനായയുടെ ഉടമ തന്നെ പറയുന്നു, അതായത് വളരെ ക്രൂരമായ സംഭവം, ഒപ്പം പരിശീലനം ലഭിച്ചവരെ പോലെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് എന്നും പറയുന്നുണ്ടല്ലേ? നിഖിലെ, കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പോത്തൻകോട് കാട്ടായിക്കോണത്ത്
നായയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. തലയ്ക്ക് അടിച്ച് കമ്പിപ്പാര കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. നമ്മൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തു. അതായത് 2 യുവാക്കളാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. രണ്ട് യുവാക്കൾ അവർ ബൈക്കിലെത്തുകയും ഒരു യുവാവ് ബൈക്കിൽ ഇരിക്കുന്നു, മറ്റൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി നായയെ നോക്കുന്നു. മറ്റിടത്ത് ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതും ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നായയുടെ അടുത്ത് ചെന്ന് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ക്രൂരമായി. അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവ് ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. അതിലാണ് ഇപ്പോൾ അതിൻ്റെ ഈ വളർത്തുനായയുടെ ഉടമസ്ഥൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ചില സംഘടനകളിൽപ്പെട്ടവരാണോ എന്നടക്കമുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപകമായി നായകളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലടക്കം ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നായകളുടെ ശരീരത്തിൽ വാൾ കൊണ്ട് മുറിഞ്ഞൊരു പാട് ഉണ്ടാകുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, PFI പോലുള്ള സംഘടനകളുടെ പരിശീലന ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നായകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഏതെങ്കിലും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും സംശയം ഉണ്ടാകുന്നുണ്ട്. അതിനുകൂടി അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്റലിജൻസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിലൊരു സമഗ്രമായ അന്വേഷണവും നടത്തണമെന്നൊരു ആവശ്യവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് സാധാരണ സ്വാഭാവികമായിട്ട് നമ്മൾ തെരുവുനായകൾ ആക്രമിക്കുമ്പോൾ കല്ലെടുത്തെറിയുകയോ അല്ലെങ്കിൽ അതിനെ തിരിച്ചുപദ്രവിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടു. ഇവിടെ അങ്ങനെയല്ല. ഇവർ ബൈക്കിലെത്തി സ്ഥലത്ത് ഇത്തരത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം കമ്പിപ്പാരയുമായി ചെന്ന് നായയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പരിശീലനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണോ എന്നടക്കമാണ് ഇപ്പോൾ സംശയമായിട്ട് ഉയരുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കൂടുതൽ അപ്ഡേഷനും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇതിൻ്റെ ഒരു തീവ്ര സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ക്രൂര സ്വഭാവം സാമാന്യം ആയ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നത്. മാത്രമല്ല, ഇന്റലിജൻസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഈ കൃത്യം നടത്തിയവരാരാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണവും നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, മറ്റ് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് പോത്തങ്കോടിന് സമീപത്താണ് ഈ മനസാക്ഷി തന്നെ മരവിക്കുന്ന രീതിയിൽ ക്രൂരമായ രീതിയിൽ തെരുവുനായയെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് പിന്നീട് ഇത് വളർത്തുന്ന നായയാണ് എന്നതടക്കം അറിയുകയും അതിൻ്റെ ഉടമസ്ഥൻ തന്നെ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇതിനാണ് ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഈ നായയെ ആക്രമിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഘടനകളുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണവും ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ. ശരി പ്രശാന്ത്, എന്തായാലും പോത്തങ്കോട് കാട്ടായിക്കാണത്താണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു വളർത്തു നായയെ അത് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ക്രൂരമായ കാഴ്ച. എന്തായാലും ഇത് പരിശീലനം ലഭിച്ചവരാണ് ഇത്തരത്തിലൊരു നായയെ കൊലപ്പെടുത്തിയതെന്നാണ് ഉടമ ജനം TVയോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. മറ്റു വാർത്തയിലേക്കാണ്. അനധികൃത വിദേശ നാണ്യ വ്യാപാര ഓൺലൈൻ പ്ലാറ്റ്ഫോം തട്ടിപ്പിൽ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ED. മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു സ്ഥാപനങ്ങൾ പണ സമാഹരണം നടത്തിയത്. നൽകാൻ നിഷ ദിലീപ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിഷ, ഈ അനധികൃതമായി വിദേശ നാണ്യ വ്യാപാര ഓൺലൈൻ പ്ലാറ്റ്ഫോം തട്ടിപ്പ്, ഇതിൽ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം ED വ്യാപിപ്പിക്കുകയാണല്ലേ? തീർച്ചയായും നിഖിൽ, അങ്ങനെ തന്നെയാണ്. കാരണം അനധികൃത വിദേശ നാണ്യ വ്യാപാരത്തിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ കൂടുതലും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ്. ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ED അന്വേഷണം നടത്തിയത്. കേരളത്തിൽ സാറ FX എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിരവധി രേഖകൾ പിടിച്ചിരുന്നു. സാറ FX CEO ജംഷീർ താഴെവീടിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി മറ്റ് ഓൺലൈൻ ഈ വിദേശ നാണ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വ്യാജ അക്കൗണ്ടുകളിലൂടെ പണം സമാഹരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചു എന്നതായിരുന്നു പ്രധാനമായുള്ള കേസ്. ദ്വീപ് രാജ്യങ്ങളായിരുന്നു ഇത്തരം
തട്ടിപ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത് സൈപ്രസിലായിരുന്നു സാറ എഫ്എക്സ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വിദേശ നാണ്യവും രൂപയും തമ്മിലുള്ള ലാഭ ഏറ്റക്കുറച്ചിലുകളെ ബന്ധപ്പെടുത്തിയായിരുന്നു ഇവരുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത്. ഇതിനായി രാജ്യത്ത് നിന്ന് അനധികൃതമായി പണം പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മ്യൂൾ അക്കൗണ്ടുകളുടെ ശൃംഖലയും ഇത്തരം തട്ടിപ്പിനായി തീർത്തിരുന്നു എന്നും ED അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ ആയിരുന്നു ഇത്തരം പ്രധാനമായും വ്യാപാരം നടത്തിയിരുന്നത്. ഇത്തരം സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു EDയുടെ അന്വേഷണം. അങ്ങനെയാണ് കേരളത്തിൽ സാറ എഫ്എക്സുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിലാണ് നിരവധി രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിഖിൽ. ശരി നിഷ, അനധികൃത വിദേശ നാണ്യ വ്യാപാര ഓൺലൈൻ പ്ലാറ്റ്ഫോം തട്ടിപ്പിൽ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ED മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു സ്ഥാപനങ്ങൾ പണസമാഹരണം നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ്. പശ്ചിമബംഗാളിൽ മമതയുടെ പോലീസ് രാജ്. RG-കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പോലീസ് മർദ്ദനം. വനിതാ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. കോടതിയെ സമീപിക്കുന്ന ആര്യയുടെ അച്ഛൻ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, പശ്ചിമബംഗാളിൽ മമതയുടെ പോലീസ് രാജ് അത് ഇപ്പോൾ തുടങ്ങിയതല്ല. നാളുകളായി ഇതിനെതിരെ മമതയ്ക്കെതിരെ സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ RG-കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്കും പോലീസിൻ്റെ മർദ്ദനം ഏറ്റിരിക്കുകയാണല്ലേ? നിഖിൽ, ബംഗാളിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന അല്ലെങ്കിൽ മമതാ സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുന്നവർക്കെതിരെ പോലീസിനെയും ഒപ്പം തൃണമൂൽ ഗുണ്ടകളെയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കാലങ്ങളായുള്ളതാണ്. അതിന്റെ വിവിധ തരത്തിലുള്ള തെളിവുകൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ RG-കർ ആശുപത്രിയിൽ, കൊൽക്കത്ത RG-കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അതിൽ അത്തരമൊരു സംഭവത്തിൽ ആ ഇരയുടെ അമ്മയെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പ്രതികരണം നൽകിയിട്ടുള്ളത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ പീഡനമുണ്ടായി. വടി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസുകാർ പെൺകുട്ടിയുടെ അമ്മയെ മർദ്ദിച്ചത്. നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കാര്യം കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കും. കോടതിക്ക് മുൻപിൽ നിയമപരമായ പോരാട്ടം നടത്തും എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് RG-കർ ആശുപത്രിയിൽ ആ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. ഈ 1 വർഷം തികഞ്ഞ പശ്ചാത്തലത്തിൽ കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നും അതുകൊണ്ടാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോലും കോടതി എത്താഞ്ഞത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് കൊൽക്കത്ത ഉൾപ്പെടെ ബംഗാളിന്റെ നഗരങ്ങൾ വേദിയായിരുന്നു. അത്തരം പ്രതിഷേധങ്ങളിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പങ്കെടുത്തിരുന്നു. അതിന്റെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ബംഗാൾ മമതയുടെ പോലീസ് ഈ നോർത്ത് 24 പർഗാനസ് മേഖലയിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ച് ഇരയുടെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലാക്കുകയും ചെയ്തിട്ടുള്ളത്. RG-കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചിരുന്നു. അത്തരത്തിലൊരു സംഭവം ആശുപത്രിക്കുള്ളിൽ സുരക്ഷ ഒരുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സ്വീകരിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനോ പ്രതികളെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരം കൃത്യമായ പരാതി നൽകുന്നതിനോ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരോ സംസ്ഥാന പോലീസോ തയ്യാറായിട്ടില്ല എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ പോലീസ് വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് ഈ തെളിവുകൾ നശിക്കാനും ഒപ്പം പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാതിരിക്കാനും കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ അമ്മയെ മമതാ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. നിഖിൽ. ശരി ജിഷ്ണു, എന്തായാലും പശ്ചിമബംഗാൾ RG-കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്കും പോലീസിന് മർദ്ദനം ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം കേൾക്കാം. तृणमूल सरकार ने हमको समझा दिया है, तुम लोग हमको कुछ नहीं कर सका। उस 9 तारीख के हमने जो किया था वो किया था, और कल भी हम वही रवैया से हमारा वाइफ को लेके 3-4 RPF रैप ने 3-4 महिला रैप ने उसको पकड़कर लेके साइड में लेके उसका जो हाथ में जो लाठी रहता है उससे
उसको इधर एक मारा है और पीछे भी मार दिया। കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരനെ കണ്ടെത്താനാകാതെ പോലീസ് പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിവരം നൽകാൻ ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദിസ്ന, ഈ തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാർ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ സഹോദരനെ കാണാതാവുന്നത്. ഇപ്പോൾ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ അത് പോലീസ് ഊർജിതമായി നടക്കുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലേ? തീർച്ചയായും നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് ഈ ഫ്ലോറിക്കൻ റോഡിൽ, തടമ്പാട്ട് താഴത്തെ ഫ്ലോറിക്കൻ റോഡിലെ വാടക വീട്ടിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായും എടുത്തു വരേണ്ടത് 3 പേർ, അതായത് സഹോദരൻ പ്രേമനും ശ്രീജയ, പുഷ്പലളിത തുടങ്ങിയ സഹോദരിമാരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഇവർ അവിവാഹിതരാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ സഹോദരന്മാരെ നോക്കി വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, തുടരാം. കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. പുലർച്ചെ 5 മണിയോടുകൂടി സഹോദരൻ സുഹൃത്തിനെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ സഹോദരി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. അത് പ്രകാരം 9 മണിയോടുകൂടി സുഹൃത്ത് വീട്ടിലെത്തുമ്പോഴാണ് 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബോഡി ഉണ്ടായിരുന്നത് ഒരു പൊതുദർശനത്തിന് വെള്ള പുതപ്പിച്ച് വെക്കുന്നത് പോലെയാണ് ഈ ബോഡി ഉണ്ടായിരുന്നത്. അത് ആദ്യം തന്നെ പോലീസിൽ സംശയം ജനിപ്പിച്ചിരുന്നു. പിന്നീട് ഈ പ്രേമനെയും കാണാതായി. തുടർന്ന് പ്രേമന്റെ ലൊക്കേഷൻ തിരഞ്ഞപ്പോൾ അവസാനമായി 12:30 ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കണ്ടെത്തിയത്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. എന്തായാലും ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേവായൂർ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫറോക്ക് കേന്ദ്രീകരിച്ച്, അതായത് തിരൂര് കേന്ദ്രീകരിച്ച് ഇയാൾ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫറോക്ക് പോലീസിന്റെ നേതൃത്വത്തിലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട ഒരു CCTV ദൃശ്യം ലഭ്യമായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണ് പ്രേമൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒന്നാമത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അയൽവക്കക്കാർ ഉൾപ്പെടെ പറയുന്നു. പക്ഷേ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി ഉടൻ തന്നെ പ്രേമൻ രക്ഷപ്പെടുകയായിരുന്നു. എന്തിനാണ് അത്തരത്തിലൊരു രക്ഷപ്പെടൽ നടത്തിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ഇപ്പോഴും, അതിനുള്ള ഒരു ഉത്തരം ഇപ്പോഴും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പ്രേമന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. പ്രേമനെ കിട്ടിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. നിഖിൽ, ശരി ദിസ്ന. എന്തായാലും കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആ ദുരൂഹത ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. സഹോദരനെ കണ്ടെത്താനാകാതെ പോലീസ് വീഴുകയാണ്. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സൂചനകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്. എന്തായാലും നിരവധി വാർത്തകൾ ആദ്യ മണിക്കൂറിൽ, പുത്തൻപുള്ളി അതിൻ്റെ 2ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ്. സമയം 8 മണിയായിട്ടുണ്ട്. 2ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ആദ്യ മണിക്കൂറിൽ നമ്മൾ നിരവധി വാർത്തകൾ പരിശോധിച്ചു. ഇനിയും നിരവധി വാർത്തകളുണ്ട്, വലിയ വാർത്തകളുണ്ട്. അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ. പാകിസ്ഥാനെതിരെ അടുത്ത യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കരസേനാ മേധാവി. സൈനികർ മാത്രമല്ല, രാജ്യം ഒന്നിച്ചു നിന്ന് പോരാടും. യുദ്ധത്തിൽ വിജയിച്ചെന്ന പാക് വാദത്തെ പരിഹസിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പശ്ചിമബംഗാളിൽ മമതയുടെ പോലീസ് രാജ്. ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പോലീസ് മർദ്ദനം. കോടതിയെ സമീപിക്കുന്ന കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ്. കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ്. കേരളം കൂടെ നിന്നപ്പോഴും ചിലർ തന്നെ അഴിക്കുള്ളിലാക്കാൻ ശ്രമിച്ചു. സഹപ്രവർത്തകർക്കെതിരെ KGMCTA ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം.
സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത്. ഭക്തരെ കൊള്ളയടിക്കാനുള്ള ശ്രമമെന്ന ആരോപണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘമെന്ന വിജി തമ്പി. ഭക്തരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം തിരുത്തണമെന്ന് SJR കുമാർ. കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പോലീസിന്റെ ഗുരുതര അലംഭാവം. ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ടായിട്ടും യുവാവിനെ പിടികൂടിയില്ല. വിവാഹത്തിനായി മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു. വീട്ടിലെത്തിച്ച് മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ കുടുംബം. ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കും. സൈനിക നടപടി ഉടനെന്ന ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ ജനത മുഴുപട്ടിണിയിലെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. വയനാട് MP പ്രിയങ്കയെ കാണാനില്ലെന്ന പരാതി. DGPക്ക് പരാതി നൽകി വള്ളത്തോളിന്റെ കാവിപ്പട എന്ന ഫേസ്ബുക്ക് പേജ്. എത്രയും വേഗം MPയെ കണ്ടെത്തി തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യം. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് കൊടും ക്രൂരത. കമ്പിപ്പാര കൊണ്ട് വളർത്തുനായെ തലക്കടിച്ചു കൊന്നതിൽ പരാതി. കൊലപാതക രീതി പരിശീലനം ലഭിച്ചവരെ പോലെയെന്ന ഉടമ ജനം TVയോട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. യുദ്ധത്തിൽ വിജയിച്ചുവെന്ന് സ്വയം ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രത്തെയും കരസേനാ മേധാവി പരിഹസിച്ചു. I will not have time to explain the 4 quadrants, but the non-kinetic quadrant is something which you can start today. And the next war which we are looking at, it may happen soon, and we have to prepare accordingly, as already been brought out by Director, that in this we have to fight this battle together. This now non-kinetic has to be fought together. So what are the deductions? That as far as whole of nation approach will be there for the next war, it is not the military alone which will be fighting. Let me assure you very clearly in this issue. As far as the grey zone is concerned, it's ever present, and this will remain. നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. ജിഷ്ണു, പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നുണ്ട്. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കുന്നുണ്ടല്ലേ? നിഖിൽ, IIT മദ്രാസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും നടപടികളും പരിശോധിക്കുന്നത് കൊണ്ടാകാം അത്തരത്തിലൊരു പ്രതികരണം കരസേനാ മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രകോപനം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇനി ഉണ്ടായാൽ യാതൊരു കാരണവശാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ പ്രകോപനത്തിന് മാത്രം മറുപടിയല്ല, അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകണമെന്ന സന്ദേശം ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തെ മിലിറ്ററി സംവിധാനം, സൈനികർ മാത്രമല്ല അതിൽ ഒത്തുചേരേണ്ടത്, രാജ്യം ഒരുമിച്ച് നിന്ന് ആ യുദ്ധത്തിൽ പോരാടണം, അല്ലെങ്കിൽ രാജ്യം ഒരുമിച്ച് നിൽക്കണം എന്ന പ്രതികരണം കൂടിയും ആ കരസേനാ മേധാവി നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ രാജ്യത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളും വേർതിരിവുകളും ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനിടയിലും നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. രാജ്യം ഒരുമിച്ച് നിൽക്കുമ്പോഴും ചില ആളുകൾ സൈന്യത്തെയും രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അത് അയൽ രാജ്യത്തിന് പാകിസ്ഥാന്
അത്തരം പ്രസ്താവനകൾ ഗുണകരമാവുകയും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ പോലും വാദങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന പ്രഖ്യാപനമാണ് കരസേനാ മേധാവി നൽകിയിട്ടുള്ളത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തന്ത്രപരമായിട്ടൊരു നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. അതായത് ഒരു ചെസ് കളിയുടെ മാതൃകയിലാണ് കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. അതിന് കരുത്തേകിയത് രാജ്യത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും ഒപ്പം സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള നടപടിയുമാണ്. സൈന്യത്തിന് തീരുമാനിക്കാൻ സാധിച്ചു ഏത് സമയത്ത് നീക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ സൈന്യത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകിയ നടപടിയും ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയിക്കാൻ കാരണമായത്. പക്ഷേ ഇത്തരം ഈ ഒരു സംഘർഷത്തിനൊടുവിൽ സ്വയം വിജയിച്ചു എന്ന തന്ത്രം അത്തരത്തിലൊരു പ്രചാരണം നടത്താനും രാജ്യത്തെ ജനങ്ങളെ അത്തരത്തിൽ ബോധ്യപ്പെടുത്താനും പാകിസ്ഥാൻ വലിയ ശ്രമങ്ങളും പ്രചാരണവും നടത്തിയിരുന്നു. എന്നാൽ അത് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് എന്താണ് വസ്തുത എന്നുള്ള കാര്യം കൂടി കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതിർത്തി മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനുമായൊരു പ്രകോപനവും സംഘർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത്. നിഖിൽ. ശരി ജിഷ്ണു, പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സൈനികർ മാത്രമല്ല രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് സിന്ദൂറിലൂടെ മറുപടി നൽകിയെന്നും ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് സ്വയം ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രത്തെയും കരസേനാ മേധാവി പരിഹസിച്ചു. വിവരം നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചെന്ന ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം KGM-CTA ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശത്തിലാണ് കാര്യം പറഞ്ഞത്. അതേസമയം ഡോക്ടർ ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. വിവരം നൽകാൻ അഖിൽ പാലോട്ടുമടം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഡോക്ടർ ഹാരിസ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശത്തിൽ തുറന്നടിക്കുകയാണല്ലേ? വിവരം നൽകാൻ ടിൻഡു ദാസ് ആണ് ചേരുന്നത്. ടിൻഡു, ഈ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടത്തിയിരിക്കുന്നത് അല്ലേ? നമ്മൾ ഈ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് ഡോക്ടർ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയതാണ്. തൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പുമായിട്ടും സർക്കാരുമായിട്ടും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ ഇനി സംഘടന തീരുമാനിക്കുമെന്നാണ് പ്രതികരണമായി നൽകിയത്. പക്ഷേ ഇന്നലെ അദ്ദേഹം KGM-CTA ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയാണ് അദ്ദേഹം ഇങ്ങനെ സന്ദേശം അയച്ചിട്ടുള്ളത്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചു. സഹപ്രവർത്തകനെ ജയിലിൽ അയക്കാൻ വ്യഗ്രതയുണ്ടായി. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നും സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നാൽ ചില ഡോക്ടർമാരുടെ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സാധാരണക്കാരന് വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് ഡോക്ടറോടൊപ്പം നിന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ അദ്ദേഹത്തെ ജയിലിൽ അയക്കാനാണ് ശ്രമിച്ചത്. മരണത്തിലേക്ക് വരെ തള്ളിയിടാനുള്ളൊരു ശ്രമമുണ്ട്. അതായത് ഒരാഴ്ചക്കാലം അദ്ദേഹം ഇത്തരത്തിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ തുടരുകയായിരുന്നു. ആ കാലയളവിൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടർ സമ്മതിച്ചതാണ്. അതിനുശേഷമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ കാണാതാകുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു മാനസിക സംഘർഷമാണ് കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹം അനുഭവിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യൂറോളജി വിഭാഗത്തിലെ HOD കൂടിയാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദം, ഓപ്പറേഷൻ മുടങ്ങുമ്പോൾ ഡോക്ടർമാർക്കുണ്ടാക്കുന്ന സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഉപകരണങ്ങളില്ലാത്ത വരുന്ന അവസ്ഥ, അതൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം അനുഭവിച്ചു. ആ അനുഭവങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ DME ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. വിവാദമായിട്ടുള്ള വാർത്താ ഒരു കാര്യം കൂടി, അതായത് ഈ ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ സർക്കാർ വഴിവിട്ട നീക്കം കൂടി നടത്തിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുന്നത്. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകർ ഭരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് തന്നെ ഒറ്റ കൊടുത്തുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ നേടാനായിട്ട് സഹപ്രവർത്തകൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം, അയാൾക്ക് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിലുള്ള നിയമനം. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാതെ സംഘടനാ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംഘടന പരിശോധിക്കുമെന്നും സംഘടനയും ആരോഗ്യ വകുപ്പുമായിട്ടുള്ള ചർച്ചയാണ് ഇനി മുന്നോട്ടുള്ളതുമെന്നാണ് അറിയാൻ സാധിക്കുന്നതിലും ഡോക്ടർ ഈ വിഷയത്തിൽ വീണ്ടും ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടറെ കൂടെ നിൽക്കേണ്ടവർ ചതിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഡോക്ടർ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നിഖിൽ, ശരി ടിൻഡു, എന്തായാലും കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചു എന്ന് ഡോക്ടർ ഹാരിസിൻ്റെ സന്ദേശം വന്നിരിക്കുന്നു. KGMCTയുടെ ഗ്രൂപ്പിലാണ് ഹാരിസ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുള്ളത്. ഒപ്പം ഹാരിസിനെ മാനസികമായി തകർക്കാൻ കൂട്ടുന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കവും സർക്കാർ നടത്തുന്നെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്. കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ രാഷ്ട്രീയം, പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകി. ഓരോ പോലീസ് ജില്ലയിലും നിരന്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം. ജനം ബ്രേക്കിംഗ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ പോലീസ് രാഷ്ട്രീയ ബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാനും അത് റിപ്പോർട്ടാക്കി നൽകാനും പോലീസ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അല്ലേ? പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിനു ശേഷമുള്ള ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. സംസ്ഥാനത്തെ ഗുണ്ടകളുടെ സ്ഥിതി വിവരങ്ങൾ ലിസ്റ്റ് പൂർണ്ണമായും പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം. അത് 20 പോലീസ് ജില്ലകളാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെ 20 പോലീസ് ജില്ലകളിലെ ആ ജില്ലയിൽ പരിധിയിൽപ്പെടുന്ന വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധികളിൽ വരുന്ന ഗുണ്ടകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഇവരുടെ പശ്ചാത്തലമടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം ഗുണ്ടകളുടെ രാഷ്ട്രീയ ബന്ധം, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ ശാരീരിക അവസ്ഥകൾ അടക്കമുള്ള സ്ഥിതി വിവരങ്ങൾ അടക്കം, അതായത് സമഗ്രമായ വിവരം ശേഖരിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ ബന്ധമുള്ളവരുടെയും അല്ലാത്തതും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അവരുടെ കുറ്റകൃത്യങ്ങൾ, നേരത്തെ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അടക്കം ഉള്ള സ്ഥിതി വിവരങ്ങൾ പരിശോധിക്കണം. അത് ആ കണക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഗുണ്ടകളുടെ എല്ലാം ലിസ്റ്റ്, പൂർണ്ണ വിവരം, സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള ഗുണ്ടകളുടെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ എടുക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായത്. ഇതിന്റെ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏതൊക്കെ പശ്ചാത്തലത്തിലുള്ളവരാണ്, അവരുടെ വിവരങ്ങൾ, അതായത് ഗുണ്ടകളുമായി നേരിട്ടോ അല്ലാതെയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ബന്ധം പുലർത്തുന്നവരുടെ അടക്കം നിരീക്ഷിക്കാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ പൂർണ്ണമായും സംസ്ഥാനത്തെ ഗുണ്ടകളുടെ എല്ലാവരുടെയും ലിസ്റ്റുകൾ, അത് ഏതൊക്കെ തരങ്ങളിലുള്ളതാണ്, മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള കേസുകൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു നിർണായക നീക്കം ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേൽക്കുന്നതിന് ശേഷമുണ്ടാകുന്നൊരു നിർണായക നീക്കമാണ് ഈ ഗുണ്ടകളുടെ ലിസ്റ്റുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ തുടർന്ന് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോവുകയാണ്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാകണം ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ഗുണ്ടകളുടെ അടക്കം ലിസ്റ്റുകൾ പരിശോധിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് വന്ന ഉത്തരവ്. ഇനി കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുമോ, രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഗുണ്ടകളുമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റും അവരുടെ വിവരങ്ങളും അവരുമായി സഹകരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി വിവരങ്ങൾ, മറ്റ് ഉൾപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ്, മാത്രമല്ല കൊണ്ട് ഇത്തരത്തിൽ കൊലപാതക ശ്രമങ്ങൾ അടക്കം നടത്തിയവരുടെ ലിസ്റ്റുകൾ, ഇതെല്ലാം ശേഖരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. എന്തായാലും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് സംസ്ഥാന പോലീസ് മേധാവി കടക്കുന്നത്. ശരി പ്രശാന്ത്, കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ പോലീസ് ജില്ലയിലും നിരന്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
വിവരം നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല. വെള്ളി നാണയങ്ങൾ എന്നുള്ള ഒരു പരാമർശം കൂടി ഡോക്ടർ അതിനകത്ത് നടത്തുന്നുണ്ട്. അത് ഞാനത് ഇല്ല, അങ്ങനല്ല. അത് അവർ അങ്ങനെ എന്താണെന്ന് അങ്ങനെ പെരുമാറിയതെന്നുള്ളതിനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. അല്ലാതെ സംഘടന ഒപ്പം ചിലർ വളരെ കുറച്ച് 1, 2, 3 പേര് അതെ, അതൊക്കെ വിഷമമുണ്ടാക്കി. അവർ ഒരു കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്കെന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. അതുണ്ട്. അതങ്ങനെ ഉണ്ട്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. എൻ്റെ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതെ അതെ അതാണ് അതിൻ്റെ കൂടുതൽ എന്നെ വിഷമമുണ്ടാക്കുന്നത്. അവർ അങ്ങനെ നമ്മുടെ ഒരവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ളതാണ്. അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കത് അല്ലാതെ തന്നെ അത് പരിശോധിച്ച് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ. അതെ, തീർച്ചയായിട്ടും അത് വല്ലാതെ വിഷമിപ്പിച്ചു എന്നെ. അത് എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണത്. എൻ്റെ സഹപ്രവർത്തകർ എത്രയോ 28-30 വർഷം, 30 അല്ല അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇല്ല, ചെയ്തില്ല. തലേ ദിവസം അല്ലെങ്കിൽ എന്നാണ് കൃത്യമായി നമുക്കറിയില്ല, വന്ന് കാണുന്നു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് ഒരു ട്വിസ്റ്റ് നടന്നത്. അത് എന്നോടൊന്നും പിന്നീട് ഒരു വിശദീകരണം ചോദിച്ചില്ല. വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നോ ഒക്കെ ചോദിക്കാം. ഒന്നും ചോദിക്കാതെ ഇത് എന്തോ ഒരു പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്താണെന്ന് അറിയില്ല. അതെന്താണെന്ന് അറിയില്ല. അത് എന്താണ് എന്നോട് അവരങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നില്ല. അത് ശരിയല്ല. എനിക്ക് ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും. അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ. ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടുന്നത് അവരാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടുന്നത് അവരാണ്. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പോൾ അതിന് അവരുടെ സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം
ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്, ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേര് ശത്രുപക്ഷത്തും കുറച്ച് പേര് ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. ഡോക്ടർ ഉന്നയിച്ച കാതലായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങളോട് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കാത്ത ആളുകളാണ്. ഈ ഒരു ഉപകരണം ആകെ കാണാനില്ലെന്ന വിഷയത്തിൽ മാത്രം കാണുകയും അത് ഇത്രയും സമയത്ത് വിശദീകരിക്കുകയും ചെയ്തത്. അതെ 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 ആ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല. അതുണ്ട് ബാക്ക് സ്റ്റാബിങ് ആണ്. ഈ അങ്ങേ തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പല്, സൂപ്രണ്ട്, ഫോണിൽ കൂടെ വിളിക്കാൻ DME ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് താങ്കൾ ആ വാർത്താ സമ്മേളനമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് അതിനകത്തൊരു ഫീൽ ചെയ്യുന്നത്? അതൊരു എന്തായിരുന്നു, എന്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്? അതിനപ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതിനെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ പിന്നെ ഇനിയും കുറച്ചും കൂടെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു, അങ്ങനെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോ തലേ ദിവസം എന്താണ് സംഭവിച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ? അതായത് മറ്റേ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ CCTV ദൃശ്യമുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അല്ല, ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് ആ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത്. ഞാൻ അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത്. എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുക, എന്താണ് ഡോക്ടർ, അതെന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുമല്ലോ എന്താണെന്നുള്ളത്. ഞാൻ അവൈലബിൾ ആണ്, സ്ഥലത്ത് അവൈലബിൾ ആണ്. പക്ഷേ എന്നിട്ടും എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. പ്രതികാര നടപടി എന്നുള്ള, അതായത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങേക്കെതിരെ ഒരു പ്രതികാര മനോഭാവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്രതികാര നടപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇന്നലെ ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാ മേലധികാരികൾ ഇവർ പിന്നെ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം വാങ്ങിത്തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും വിളിച്ച് ഇത്ര ഫണ്ട്, എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ഈ സിസ്റ്റം തകരാറിലാണെന്ന പ്രശ്നം പറഞ്ഞത് സഹിക്കാൻ പറ്റാത്തതാണ് ഇതിൻ്റെ പ്രശ്നം. അത് ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അതല്ലാതെ പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. മാധ്യമങ്ങളൊക്കെ തെളിവുകൾ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സമയത്ത് രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല. ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്ക്, ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവരെന്നാണ് അങ്ങയുടെ തന്നെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്. അത് ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എന്നാലും അത് ഞാൻ അങ്ങനെ ആകേണ്ടതാണ്. അങ്ങനെ നമ്മളങ്ങനെ അത്ര സമൃദ്ധതാകുമ്പോൾ നമ്മളങ്ങനെ പോകുമല്ലോ. നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാവും. അതാണ്. എന്തോ അങ്ങനെയാണല്ലോ, തുടക്കം അവിടെ ആണല്ലോ. അവിടെ നിന്നാണ് എല്ലാം വരുന്ന പ്രശ്നങ്ങൾ. ഞാനത്
ചൂണ്ടിക്കാണിച്ചപ്പോൾ അല്ല അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുമായിരുന്നു. ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളൊരു ആ വിഷമം പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്, അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ അത് എങ്ങനെയോ അത് പരസ്യമായി, അങ്ങനെയാണ്. അങ്ങനെയാണ് വാങ്ങി വെച്ചു എന്നല്ല അബുദാബിയിലിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അവിടെ ഓസിലോസ്കോപ്പ് നേരത്തെ ഉണ്ട്. ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ MP ഫണ്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ടുമൊക്കെ നമ്മളിതെല്ലാം നേരത്തെ എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് തുടക്കം മുതലേ ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. പരിഭവവും പരാതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരിവിടെ നമ്മളെന്നും കാണേണ്ടുന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെയാണ്. പിന്നെയും നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല, 3-4 വർഷം കൊണ്ട് നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാരുമാണ്. ആയിരിക്കില്ല, അത് എന്തോ അറിയില്ല, അതിന് വേറെ അറിയില്ല. പർച്ചേസിന് ഇന്നും മുതൽ കൊടുക്കണം. അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് 2-3 എണ്ണം. കുറേ പർച്ചേസിൻ്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിങ് ആണ്. അത് ഇന്ന് മുതൽ ഞാൻ ഒന്നും കൂടെ അത് ആക്ടിവേറ്റ് ആക്കും. അത് കൂടുതൽ അത് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ. അത് അങ്ങനെ പ്രിൻസിപ്പൽ വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം അവർ ചേഞ്ച് അത് വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ മെഷീൻ്റെ അതിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളൂ. അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് അതിനകത്ത് അത് സോൾവ് ആകും. അതാണ് എൻ്റെ ചിന്ത. പച്ചക്കള്ളം അങ്ങേക്കെതിരെ പ്രചരിപ്പിച്ച സൂപ്രണ്ട്, പ്രിൻസിപ്പല്, അതും പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും? ഒരു പരാതിയില്ല, ഒന്നിലും മുമ്പോട്ട് പോകുന്നില്ല. അത് അങ്ങനെ അത് സമയമെടുക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ, അതിന് പിന്നെ ഇപ്പോൾ അത് ഫോളോ അപ്പിന് പോകണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അത് ശരിയായി വരാൻ. ശരി. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പിന്നിൽ നിന്ന് കുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്കാണ് ഇനി. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിൻ്റെ കാനറ ട്രോഫി ടൂർ കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ മാസ്കോട്ട് ലോഞ്ച് മുകേഷ് MLA നിർവഹിച്ചു. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് KCL 2ാം സീസൺ മത്സരങ്ങൾ നടക്കുക. കേരള ക്രിക്കറ്റ് ലീഗ് കാനറ ട്രോഫി ടൂറിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജില്ലാ ടീമിന്റെ മാസ്കോട്ട് ലോഞ്ചിങ് നടന്നത്. മുകേഷ് MLA ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ക്രിക്കറ്റ് ഒരു 3ാം സ്ഥാനത്തൊക്കെ വരുത്തുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഫുട്ബോൾ, അത് കഴിഞ്ഞ് വോളിബോൾ, ഒരുപക്ഷെ കബഡിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റും പാഡും ബോളും ഒക്കെ മേടിക്കാൻ നല്ല കാശ് വേണം. മറ്റേത് ഒരു ബോളുണ്ടെങ്കിൽ 22 പേർക്ക് കളിക്കാം. പക്ഷേ കാലം മാറി വളരെ ഗംഭീരമായിട്ട് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി 4 ദിവസമാണ് കൊല്ലം ജില്ലയിൽ പര്യടനം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ജില്ലാ ടീമിന്റെ വിവിധ ഫാൻസ് ക്ലബ്ബുകളും രൂപീകരിക്കുന്നുണ്ട്. പ്രചാരണ പരിപാടികൾക്കൊപ്പം ടീമിന്റെ പരിശീലനവും പുരോഗമിക്കുകയാണെന്ന് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീം CEO ഡോക്ടർ N പ്രഭിരാജ് പറഞ്ഞു. അതെ, കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ഫാൻസ് ക്ലബ്ബൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലും കോളേജിലും കേന്ദ്രീകരിച്ചും അതേപോലെയുള്ള ക്രിക്കറ്റ് ക്ലബ്ബും ക്രിക്കറ്റ് അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഫാൻസ് ക്ലബ്ബും ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം ഓൾറെഡി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മംഗലപുരത്താണ് ട്രെയിനിങ്. നമുക്ക് 18 പേരാണുള്ളത്.
അതിൽ കൊല്ലം ജില്ലയിൽ പ്രതിനിധിക്കുന്ന ആൾക്കാരും ഇന്നിപ്പം നമ്മുടെ ടീമിൽ 9 പേരുണ്ട്. പിന്നെ ഈ പ്രാവശ്യം വിഷ്ണു വിനോദും അഖിലം ബസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടീമാണ്. അപ്പം വീണ്ടും നമുക്ക് കൊല്ലത്തേക്ക് തന്നെ ഈ കിരീടം കൊണ്ടുവരാൻ ഒക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നും KCLന്റെ ഭാഗമായതിൽ അഭിമാനമാണ് ടീം അംഗങ്ങൾക്കും. കഴിഞ്ഞ വർഷം കളിച്ചു, അതിൽ ഈ വർഷം ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാം കൊണ്ട് എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ടീമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ടീമാണ്, കപ്പടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കൊല്ലം നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊല്ലം. സോ കൊല്ലം ഞങ്ങളുടെ വാക്യം പോലെ കൊല്ലം പൊളിയാണ്. അത് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ വർഷം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫോർട്ട് ഇട്ട് ഈ കപ്പ് തിരിച്ച് കൊല്ലം നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ മാക്സിമം പരിശ്രമിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് 18 താരങ്ങളെ ലേലത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. IPL താരവും കേരള രഞ്ജി ക്യാപ്റ്റനുമായ സച്ചിൻ ബേബി ഐക്കൺ പ്ലെയറായ ടീമിൽ ആദ്യ സീസണിൽ നിന്നുള്ള 11 താരങ്ങൾ തുടരും. ലേലത്തിലൂടെ ടീം സ്വന്തമാക്കിയതിൽ ഏറ്റവും ശ്രദ്ധേയൻ IPL താരം വിഷ്ണു വിനോദാണ്. വിഷ്ണു തന്നെയാണ് ടീമിന്റെ ഉപനായകനും. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ജനം, കൊല്ലം. പോലീസ് ചമഞ്ഞ പണം തട്ടിയ കേസിലെ 3 പേർ പിടിയിൽ. 35 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു തട്ടിപ്പ്. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാം എന്ന് പറഞ്ഞാണ് സംഘം പണം കൈക്കലാക്കിയത്. പിന്നീട് പോലീസ് ചമഞ്ഞെത്തി പണവുമായി മുങ്ങി. വിവരം നൽകാൻ ദിസ്ന സുരേഷ് ചേർന്നു. ദിസ്ന, വിശദാംശങ്ങൾ. നിഖിൽ, വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു തട്ടിപ്പ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്നത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് പരാതിക്കാരൻ. 35 ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്ന് തട്ടിയെടുത്തത് എന്ന് തന്നെയാണ്. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാമെന്ന് പറഞ്ഞാണ് ഈ പ്രതിയായ വസീമ, തൊണ്ടിക്കോടൻ വസീമ, പുത്തൂർ മഠം അമ്പിലോളി പാറക്കോട് ഷംസുദ്ദീൻ, കുറ്റിക്കാട്ടൂർ ഗോശാലിക്കുന്ന് മുഹമ്മദ് റാഫി എന്നിവരാണ് പന്തരങ്കാവ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ വസീമാണ് ഈ പരാതിക്കാരനെ സമീപിക്കുന്നത്. തുടർന്ന് ഇവർ ഹൈലൈറ്റ് മാളിൽ എത്തുകയും ഈ പണം കൈമാറുന്നതിനിടയിൽ വസീമിന്റെ ഈ 2 സുഹൃത്തുക്കൾ തങ്ങൾ പോലീസാണെന്ന് പറഞ്ഞ് എത്തുകയായിരുന്നു. തുടർന്ന് ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കുകയും തുടർന്ന് ഈ പണവുമായി ഇവർ കടന്നു കളയുമായിരുന്നു. പിന്നീടാണ് ഈ പരാതിക്കാരൻ, അതായത് ഈ പരാതിക്കാരനായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിക്ക് മനസ്സിലാക്കുന്നത് താൻ കബളിപ്പിക്കപ്പെട്ടോ, വസീമും കൂടി ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയായിരുന്നു. തുടർന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം നടന്നു വരികയായിരുന്നു. ഇപ്പോൾ പന്തരങ്കാവ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പന്തരങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ K. ഷാജുവും ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറും സ്ക്വാഡും കൂടിയാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 35 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതും വളരെ വിദഗ്ധമായി പോലീസാണെന്ന് വരുത്തി തീർത്ത് ഈ പരാതിക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു നിഖിൽ. ശരി ദിസ്ന, പോലീസ് ചമഞ്ഞ പണം തട്ടിയ കേസിലെ 3 പേർ പിടിയിൽ. 35 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. 2024 ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു തട്ടിപ്പ് നടന്ന. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം നൽകാം എന്ന് പറഞ്ഞാണ് സംഘം പണം കൈക്കലാക്കിയത്. ഇതിന് നൽകുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം വനവാസി ഉന്നതിയിൽ കാട്ടാന ആക്രമണം. വീടുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വിശദാംശങ്ങൾ. ഈ പ്ലാക്കത്തറ എന്ന മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. 1 ഡസനോളം ആനകളാണ് ഈ ഒരു പ്ലാക്കത്തറ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്ലാക്കത്തറത്തിന് സമീപിച്ച് സീത എന്ന വനവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനും ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ കാട്ടാനകൾ വീടുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു ആശങ്കയാണ് മേഖലയിൽ പ്രധാനമായും ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. പല വീടുകളുടെയും ജനൽ ചില്ലുകൾ പൂർണ്ണമായും കാട്ടാനകൾ തകർത്തു. കൂടാതെ ഈ സിറ്റ് ഔട്ടുകളും ടൈലുകളും എല്ലാം തന്നെ ചവിട്ടി പൊട്ടിക്കുകയും ഗൃഹോപകരണങ്ങൾ, വീടിന് പുറത്തുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആളുകൾ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ബഹളമുണ്ടാക്കിയുമാണ് ആനകളെ തുരത്തിയിരുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ആരോപണം ഈ മേഖലയിൽ നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. ഈ RRT സംഘത്തിന് വേണ്ട ക്രമീകരണങ്ങൾ, അതായത് ഈ കാട്ടാനകളെ തുരത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. കൂടാതെ മേഖലയിൽ വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയും
ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ കൃഷിയും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഈ വനംവകുപ്പിന് കൃത്യമായൊരു നിരീക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തി തുടങ്ങിയതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിരീക്ഷണം ആവശ്യമാണ്. വനംവകുപ്പിന് ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പീരുമേട് MLA വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളും ഈ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ് പീരുമേട്ടിലുള്ളത്. ശരി, സുബിൻ ഇടുക്കി പീരുമേട് പ്ലാക്കത്തനം വനവാസി ഉന്നതിയിൽ കാട്ടാനാക്രമണം, വീടുകൾക്ക് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. വ്യാപകമായി കൃഷിയും കാട്ടാന നശിപ്പിച്ചു. വിവരം നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്. സംസ്ഥാനത്ത് 5 മാസത്തിനുള്ളിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 1000-ലധികം പേർ. റോഡ് അപകടങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നതായും പോലീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കെടുക്കുമ്പോൾ 20,000-ലധികം റോഡ് അപകടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. വിവരം നൽകാൻ ടിൻഡു ദാസ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ടിൻഡു, 5 മാസത്തിനുള്ളിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 1000-ലധികം ആളുകളാണ് സംസ്ഥാനത്ത്. തീർച്ചയായിട്ടും നിഖിൽ, പോലീസിന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്നുമാണ് ഇത് നമുക്ക് വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തിൽ, അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കെടുക്കുമ്പോൾ 1621 പേര് വിവിധ ഇടങ്ങളിലായിട്ട് വാഹനാപകടങ്ങളിൽ, അല്ലെങ്കിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ റോഡ് അപകടങ്ങളുടെ മാത്രം കണക്കാണ്. 1621-ലധികം പേര് റോഡ് അപകടങ്ങളിൽ മാത്രം മരിച്ചിട്ടുണ്ട്. 22,000-ലധികം റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 25,000-ലധികം ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത യാത്രകളാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അപകടം പറ്റിയതിൽ കൂടുതൽ ആളുകളും കാറും അതോടൊപ്പം തന്നെ 2 വീലറും അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ്. അപ്പോൾ കഴിഞ്ഞ 5 മാസത്തെ കണക്കെടുക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പകർച്ചവ്യാധി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം എന്നുള്ള മരണം അല്ലെങ്കിൽ ദുരന്തങ്ങൾ, അതിനപ്പുറത്തേക്ക് വാഹന അപകടങ്ങളെ കാര്യമായിട്ട് കാണുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡ് നിയമങ്ങളും അതോടൊപ്പം തന്നെ റോഡ് നിയമങ്ങളും സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകളൊക്കെ കർശനമാക്കുമ്പോഴും അപകടങ്ങളുടെ നിക്കക്കള്ളി അല്ലെങ്കിൽ അപകടങ്ങൾ കുറയുന്നില്ല എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും വാഹന അപകടം കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത വേഗതയാണ്. അമിത വേഗത അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സർക്കാർ MVD അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പരിശോധനകൾ കർശനമാക്കുന്നുണ്ടോ എന്നുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. മത്സര ഓട്ടങ്ങളിൽ ജീവൻ പൊലിയുന്നത് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ദേശീയപാത, അതായത് കന്യാകുമാരി ബാലരാമപുരം കഴക്കൂട്ടം ദേശീയപാത എന്ന് പറയുന്നത് യുവതലമുറയുടെ മത്സര ഓട്ട ഇടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. 2 വീലറുകളുടെ അഭ്യാസം അവിടെ തന്നെ കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഏതാണ്ട് 10ഓളം യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. 5 മാസത്തിനുള്ളിൽ 1600-ലധികം പേര് വാഹനാപകടത്തിൽ, റോഡ് അപകടത്തിൽ മാത്രം മരണപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊക്കെ ഒരു വശത്തു കൂടി നോക്കുകയാണെങ്കിൽ സർക്കാർ തലങ്ങളും പൊതുസമൂഹവും തള്ളിക്കളയുന്ന കണക്കുകളാണ്. പക്ഷേ ഈ കണക്കുകൾ തള്ളിക്കളയേണ്ടതല്ല. ഒരു പകർച്ചവ്യാധി വരുന്നത് പോലെയോ ഒരു ദുരന്തം വരുന്നത് പോലെയോ ഒക്കെ നമ്മൾ ഇത് കണക്ക് കൂട്ടേണ്ടതാണ്. മരണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള സംഖ്യ തന്നെയാണ്. മുൻ വർഷത്തെക്കാളും മരണം ഈ വർഷം 2025 മെയ് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഉയർന്നിട്ടുണ്ടെന്നാണ് പോലീസ് സംവിധാനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ, ശരി ടിൻഡു, തുടരുക. മറ്റൊരു അപകടത്തിൻ്റെ വാർത്ത കൂടി ടിൻഡുവിൽ നിന്ന് തേടേണ്ടതുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി സംഭവത്തിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അപകടകരമായി കാർ ഓടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. തിരക്കേറിയ റോഡിൽ നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു ഇവർ. അപകടത്തിൽ കാർ യാത്രികരായ ഇരുവരുടെയും ലൈസൻസ് കഴിഞ്ഞ ദിവസം MVD സസ്പെൻഡ് ചെയ്തിരുന്നു. ടിൻഡു, ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്? നിഖിൽ, ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വാഹനം ഓടിച്ചിരുന്ന വിഷ്ണുനാഥ്, ബന്ധുവായിട്ടുള്ള വിജയൻ, ഇവരുടെ 2 പേരുടെ ലൈസൻസുകൾ മോട്ടോർ വാഹന വകുപ്പ് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ചാക്ക ഭാഗത്ത് നിന്നും പാളയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറ് റീജിയണൽ ഒഫ്താൽമോളജി സെന്ററിൽ കഴിയുന്ന സമയത്ത് അമിത വേഗതയാകുന്നു. കാറ് പോയിരുന്ന ദിശയിൽ നിന്നും എതിർദിശയിലേക്കാണ് അമിത വേഗതയിലേക്ക് കാറ് ഇടിച്ച്
കയറുന്നത്. ജനറൽ ആശുപത്രിയുടെ സമീപമുള്ള ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ച് കയറുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാല് കൊടുത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടമുണ്ടാകാനായിട്ട് കാരണമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറയുന്നത്. കാറിലുണ്ടായിരുന്ന 5 പേരിൽ 4 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ അപ്പോൾ തന്നെ ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ സമയത്ത് തന്നെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും ഇടിച്ച് തകർന്ന അവസ്ഥയിൽ നമുക്കത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്ക് കൂടിയ റോഡാണ് ജനറൽ ആശുപത്രി റോഡെന്ന് പറയുന്നത്. അതിൽ ഫുട്പാത്തിലൂടെ ഒരുപാട് പേർ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർക്കും കൂടി പരിക്കുണ്ട്. കാരണം ഇതൊരു ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ ഈ ഇടിയുടെ ഈ അപകടത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് കൂടി പരിക്കുള്ളതായിട്ട് വിവരം പുറത്തു വരുന്നുണ്ട്. നിയമവിരുദ്ധമായിട്ട് വാഹനം ഓടിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃതമായിട്ട് തിരക്കുള്ള റോഡിൽ ഇത്തരത്തിൽ വാഹന പരിശീലനം, സ്വകാര്യ വാഹന പരിശീലനം നൽകിയതാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കണ്ടോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിഖിൽ. ശരി ടിൻഡു. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്കാണ്. കോഴിക്കോട് തടമ്പാട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരൻ പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് കരപ്പറമ്പ് ഭാഗത്തേക്ക് കൂടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രേമന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയ ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ വയോധികരായ സഹോദരിമാരുടെ മരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൽ ദുരൂഹതയുണ്ട്. പ്രേമനെ കണ്ടെത്താനുള്ള ശ്രമം, ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പ്രേമനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ നിർണായകമായി പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഈ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം ഉണ്ട് എന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലേ? തീർച്ചയായും നിഖിൽ, അവസാനമായി ഈ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ്. എന്നാൽ ഫറോക്ക് പാലത്തിന് സമീപമായാണ് ഈ ഫോണിന്റെ ലൊക്കേഷൻ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോഴും ഒരു ചോദ്യമായി തുടരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പുലർച്ചെ ഒരു 6 മണിയോടുകൂടി കാരപ്പറമ്പ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പ്രേമന്റെ CCTV വിഷ്വലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫറോക്ക് പാലത്തിന് സമീപമാണ് അവസാനമായി മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രേമന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് അന്വേഷണം വ്യാപിച്ചിട്ടുള്ളത്. ഈ ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഫറോക്ക് ഭാഗങ്ങളിലും തിരൂർ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നു. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ 2 സഹോദരിമാരെയും വെള്ള പുതപ്പിച്ച് പൊതുദർശനത്തിന് കിടത്തിയിരിക്കുന്നത് പോലെയാണ് പ്രേമൻ ഈ കൊലപാതകത്തിന് ശേഷം ഇവരെ കിടത്തിയത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കണ്ടിരുന്നു കൊലപാതകമാണ്, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്നത് റിപ്പോർട്ടിലും വ്യക്തമാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അതറിയണമെങ്കിൽ കൃത്യമായി പ്രേമനെ കണ്ടെത്താൻ കഴിയണം എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രേമൻ രക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. ഫറോക്ക് പാലത്തിന് സമീപമാണ് അവസാനമായി പ്രേമന്റെ ഫോൺ ലൊക്കേഷൻ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസിലുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് നിഖിൽ. ശരി ദിസ്ന, കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരൻ പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. കാരപ്പുറം ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. നേരത്തെ പ്രേമന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഇതര സംസ്ഥാനത്തേക്ക് പ്രേമൻ കടന്നോ എന്ന തരത്തിലുള്ള അന്വേഷണവും എന്തായാലും നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിർണായകമായി തന്നെയാണ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒപ്പം പ്രേമൻ്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചു. അതിനാണ് ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം ഉണ്ട്. ഈ ലൊക്കേഷൻ അതിന് സമീപമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തെ വലിയ രീതിയിൽ സഹായിക്കും. ഇനി അറിയേണ്ടത് ഈ ഒരു കൊലപാതകത്തിലെ ദുരൂഹത, എന്തിനു വേണ്ടി ഇവരെ കൊന്നു, കൊലപാതകം നടത്തി എന്നുള്ളതാണ്. മരണം അതിലെന്ത് ദുരൂഹതയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം, അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്ന മണിക്കൂറുകളിലൊക്കെ നമുക്ക് ലഭ്യമാകുമ്പോൾ വിവരം നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്. തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ സ്ഥാപിച്ച കുടിവെള്ള കിയോസ്കിൽ വെള്ളം നിലച്ചിട്ട് 2 വർഷമായി.
കിയോസ്കുകൾ സ്ഥാപിച്ച ശേഷം 1 മാസം മാത്രമാണ് ഇവിടെ വെള്ളമുണ്ടായിരുന്നത്. കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഒരുപോലെ ആശ്രയിച്ചിരുന്ന കുടിവെള്ള സ്രോതസ്സിൽ ഇപ്പോൾ വരുന്നത് കാറ്റ് മാത്രമാണ്. പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ കുടിവെള്ള കിയോസ്കിയിൽ വെള്ളം കണ്ടിട്ട് 2 വർഷം പിന്നിടുന്നു. കിയോസ്കുകൾ സ്ഥാപിച്ച ശേഷം കുറച്ചുകാലം മാത്രമായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു കൂടുതലും കിയോസ്കിയിലെ കുടിവെള്ളത്തെ ആശ്രയിച്ചിരുന്നത്. സമീപത്ത് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വരുന്ന കുട്ടികളും കിയോസ്കിയിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു. എല്ലാവരും കേന്ദ്രീകരിക്കുന്ന സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടാണ് ബസ്സിൽ. അപ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഈ കുടിവെള്ള ദാഹജലത്തിന് വേണ്ടി ഇവിടെ വന്ന് ഇവിടെ നോക്കുമ്പോൾ കുടിവെള്ളം ഇല്ല. അത് വലിയൊരു തീരെ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു കോളേജ് കൂടി ആയതുകൊണ്ടേ കോളേജിലെ പിള്ളേരും ഒത്തിരി ഇവിടെ വരും, പോകുന്നവരും പെട്ടെന്നവർ വരുന്ന യാത്രക്കാരും ഒത്തിരി വന്ന് ദിനംപ്രതി ഒത്തിരി വെള്ളം ചിലവാകുന്ന സ്ഥലമാണ് കുടിവെള്ളം. അപ്പോൾ അതിന് ഭയങ്കര വെള്ളം ഇല്ലാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കിയോസ്കുകൾ വൃത്തിയാക്കാൻ നഗരസഭ ചുമതലപ്പെടുത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വൃത്തിയാക്കൽ നിലച്ചു. പതിയെ ഇവയുടെ പ്രവർത്തനവും നിലയ്ക്കുകയായിരുന്നു. നിലവിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമീപത്തെ ഭക്ഷണശാലകളിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. വെള്ളം വാങ്ങിക്കാനുള്ള പ്രത്യേകിച്ച് കടകളും ഈ ഭാഗത്തില്ല, അത് ഉള്ളിൽ പോകണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഓരോരുത്തരും ഒന്ന് തെക്ക് നോക്കും, ചമ്മിപ്പോവും. എത്രയും വേഗം ഈ കിയോസ്കി വൃത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെ വധിച്ച് ഇസ്രയേൽ. ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയാണ് സേന വകവരുത്തിയത്. റോക്കറ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരനെയാണ് വധിച്ചതെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഇതിന് തെളിവായി രഹസ്യാന്വേഷണ രേഖകളും വിവരങ്ങളും പുറത്തുവിട്ടു. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, ഈ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെയാണ് ഇപ്പോൾ ഇസ്രയേൽ സേന വധിച്ചിട്ടിരിക്കുന്നത്, അല്ലേ? അതെ നിഖിൽ, ഇന്നലെ രാത്രിയിൽ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിലാണ് ഈ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 5 മാധ്യമപ്രവർത്തകരെ വധിച്ചത്. 28-കാരനായ അനാസ് അൽ ഷെരീഫും ക്യാമറാമാനും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ 7 പേരാണ് ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഭീകരപ്രവർത്തനത്തിനായി ഗാസയിലെത്തിയെന്നാണ് IDFന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഔദ്യോഗിക പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗാസയിൽ കാലങ്ങളായി ആക്രമണം തുടങ്ങിയ സമയം മുതലേ ഒക്ടോബർ 7 ആക്രമണം മുതൽ ഇയാൾ ഇവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു. IDF പറയുന്നത് പ്രകാരം ഹമാസിന്റെ റോക്കറ്റ് സിസ്റ്റത്തിന്റെ തലവനാണെന്നാണ് വിവരം. ഇതിന് തെളിവായി IDF ഭീകര പരിശീലനം നൽകിയവരുടെ പട്ടികയും അവർക്കുള്ള ശമ്പള വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ശരി അശ്വതി, മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയ ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രായേൽ. ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിനെയാണ് സേന വകവരുത്തിയത്. റോക്കറ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരനെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഇതിന് തെളിവായി രഹസ്യാന്വേഷണ രേഖകളും വിവരങ്ങളും പുറത്തുവിട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി സതീഷ്. മറ്റൊരു വാർത്തയിലേക്കാണ്. സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയൊക്കെ വീട്ടിലേക്ക് മദ്യം എത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ അങ്ങനെ അതിനുവേണ്ടി കാത്തിരുന്നവർക്കൊരു ദുഃഖവാർത്തയിലേക്കാണ്. ബെവ്കോയുടെ ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പന ആവശ്യം സർക്കാർ തള്ളിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഭയന്നാണ് സർക്കാരിൻ്റെ പിന്മാറ്റം. ബെവ്കോയുടെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്നും സർക്കാർ തലത്തിൽ ധാരണയായി. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രശാന്ത്, ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പന അത് തൽക്കാലം വേണ്ട എന്നാണിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടല്ലേ? നിഖിലെ, കഴിഞ്ഞ ദിവസമാണ് വെബ്കോ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഓൺലൈൻ വഴി മദ്യം വീട്ടിലേക്ക് എത്തിക്കുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തൽക്കാലം ഓൺലൈൻ വഴി മദ്യം വേണ്ട എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത്. വകുപ്പ് മന്ത്രിമാരടക്കം ചർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലം വേണ്ട, അതായത് പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ചിട്ട് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. തൽക്കാലം വേണ്ട എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയുള്ള മദ്യം അതിൻ്റെ വിൽപ്പനയൊന്നും തൽക്കാലം അതിനൊരു ഉത്തരവ് കൊടുക്കേണ്ട എന്നാണ്
തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലൊരു വിവാദമുണ്ടായാൽ അത് തിരിച്ചടിയാവും. നിഖിലെ, നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള പരസ്യ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. മദ്യവിൽപ്പന അല്ല, മദ്യത്തെ എതിർക്കുന്നു എന്നടക്കം മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുടർന്ന് ഘട്ടം ഘട്ടമായി മദ്യഷോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നിലയെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏതാണ്ട് 700 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു മദ്യശാലകളുടെയൊക്കെ എണ്ണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. കാരണം നിലവിൽ ഈ ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പന വേണ്ട എന്ന ഒരു നീക്കം സ്വാഭാവികമായിട്ടും തുടർന്നുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വീണ്ടും ഇത് ചർച്ച ചെയ്യാൻ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഈ വെബ് കോഡ് ആവശ്യം അംഗീകരിക്കേണ്ട എന്നൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ശരി പ്രശാന്ത്, എന്തായാലും ഓൺലൈൻ വഴി മദ്യം വീട്ടിലെത്തും എന്ന് കാത്തിരുന്നവർക്കൊരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഭയന്ന് ബെക്കോഡ് ഈ ആവശ്യം അംഗീകരിക്കേണ്ട എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വിവരം നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്. എന്തായാലും പുത്തൻപുള്ളിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും നിരവധി വാർത്തകൾ, നമ്മൾ ഇതുവരെ കഴിഞ്ഞ 2 മണിക്കൂർ പറഞ്ഞ നിരവധി വാർത്തകളുടെ അപ്ഡേറ്റുകളൊക്കെ വരുന്ന മണിക്കൂറുകളൊക്കെ വരാനുണ്ട്. പുത്തൻപുള്ളിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ടുമായി ദൃശ്യം എത്തും. നമസ്തേ.